أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا. صدق الله مولانا العظيم. من أخلص لله 40 يوما تخرج منه ينابيع الحكمة من قلبه على لسانه. صدق رسول الله. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ സ്മരണയിലൂടെ അഥവാ ദിക്റിലൂടെ വിശ്വാസത്തിന്റെ വൈകല്യങ്ങളിൽ നിന്ന്, ഈമാനിൽ സംഭവിക്കുന്ന ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട് കരുത്തുറ്റ വിശ്വാസികളായി മാറാനുള്ള മാർഗം ദിക്റിലൂടെ എങ്ങനെ സാധ്യമാകും എന്നതാണ് നമ്മുടെ അന്വേഷണം. അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ ദിക്ർ, അവന്റെ ഏകത്വം ഇടയ്ക്കിടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള സ്മരണ, അതാണ് സത്യവിശ്വാസിയുടെ മൂലധനം. അതാണ് സ്വർഗത്തിന്റെ വില. അതാണ് ലോകത്തെ ഉദാത്തമായ ഉന്നതമായ വചനവും സ്മരണയും. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നു, فأكثروا من قول لا إله إلا الله فإنها كلمة التوحيد وهي كلمة الإخلاص وهي كلمة التقوى وهي الكلمة الطيبة وهي العروة الوثقى وهي ثمن الجنة. വിശ്വാസി സമൂഹമേ, അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ ധാരാളം ധാരാളം സ്മരിച്ചുകൊണ്ടിരിക്കേണ്ടത്, പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമാ ദിക്റാണ് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പെരുപ്പിക്കേണ്ടത്, വർദ്ധിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട്? ഫഇന്നഹാ കലിമത്തു തൗഹീദ്, അല്ലാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന വചനം അതാണ്. വഹിയ കലിമത്തുൽ ഇഖ്ലാസ്, നിഷ്കളങ്കമായ വചനം, ലോകത്തെ ഒരേ ഒരു വചനം അതുമാത്രമാണ്. വഹിയ കലിമത്തു തഖ്വാ, ഭക്തിയുടെ വചനം ആ വിശുദ്ധ കലിമയാണ്. വഹിയൽ കലിമത്തു ത്വയ്യിബ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വിശുദ്ധ വചനം ആ തിരുവാക്യമാണ്, ആ വചനമാണ്. വഹിയൽ ഉർവത്തുൽ വുസ്ഖാ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉർവത്തുൽ വുസ്ഖാ, കരുത്തുറ്റ പിടിവള്ളി, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കയറ്, നിലമില്ലാത്ത ആഴമേറിയ കുഴിയിൽ വീണ മനുഷ്യന് ലഭിക്കുന്ന പിടിവള്ളി പോലത്തെ ഈ ദുനിയാവിന്റെ ആപൽ ഘട്ടങ്ങളിൽ, പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളിൽ പിടിവള്ളിയായി, കരുത്തുറ്റ പിടിവള്ളിയായി വരുന്നത് ഈ വിശുദ്ധ വചനമാണ്. വഹിയ സമനുൽ ജന്ന, വഹിയ സമനുൽ ജന്ന, സ്വർഗത്തിന് വേണ്ടി കൊടുക്കേണ്ട വില അതാണ്, സ്വർഗത്തിന്റെ വില അതാണ്. അതുകൊണ്ട് ഈ ദിക്ർ വർദ്ധിപ്പിക്കുകയും അധികരിപ്പിക്കുകയും സദാ ഒരു മുസൽമാനിൽ ഉണ്ടായിരിക്കുകയും വേണം. എപ്പോഴെങ്കിലും നമസ്കാരാനന്തരം അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ചൊല്ലിയാൽ
ആ ദിക്റിനോടുള്ള ബാധ്യത നിറവേറ്റിയവർ നാം ആവുകയില്ല. അതുകൊണ്ട് മാത്രം ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഉരുവിടുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ദാക്കിറായി, അല്ലാഹു പൊരുത്തപ്പെട്ട ദാക്കിറായി നാം മാറുകയില്ല. സദാ ഈ ബോധത്തോടെ ജീവിക്കാനുള്ള ഒരു വിശാല മനസ്സും ഈമാനുള്ള ഹൃദയവും നമുക്ക് വേണം. അതിനുള്ള ട്രെയിനിങ് ആണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ ആ ട്രെയിനിങ്. സദാ ഈ ബോധം നമ്മിൽ ഉണ്ടായി കിട്ടാനുള്ള മാർഗം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പഠിപ്പിച്ച ഒരു ട്രെയിനിങ് ദിക്ർ അംഫാസി, ശ്വാസം പിടിക്കുമ്പോഴും വിടുമ്പോഴുമുള്ള ദിക്ർ. ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ദിക്ർ അതൊരു നല്ല ട്രെയിനിങ് ആണ്. ആദ്യം നല്ല പ്രയാസമായിരിക്കും. ഒരു കപ്പൽ പണിത് അതിന്റെ പണിയെല്ലാം പൂർത്തിയായി നീറ്റിലിറക്കുന്നത് വരെ പ്രയാസമുള്ളൂ. നീറ്റിലിറങ്ങിയാലോ പിന്നെ അത് ഓടിക്കോളും. ഇതുപോലെ നമ്മുടെ പ്രകൃതി മണ്ഡലത്തെ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ കുറച്ചൊരു പ്രയാസമുണ്ടാകും, സാഹസമുണ്ടാകും. പക്ഷേ അത് കടലിൽ ഇറങ്ങിയാലോ പിന്നെ അത് ഓടിക്കോളും, സുഖമായി ഓടിക്കോളും. ഖദ് അജ്മഅൽ ഉറാഫു ജുല്ലുഹും അലാ അൻ അഫ്ളല ത്വാഅതി ലില്ലാഹിൽ ഉലാ. ലോകത്ത് വന്ന വലിമാരെല്ലാം, ലോകത്ത് വന്ന ഇമാമുകളെല്ലാം, ലോകത്ത് വന്ന ജ്ഞാനികളെല്ലാം ഒരൊറ്റ അഭിപ്രായക്കാരാണ്. എന്താണ് അവർ പറഞ്ഞ അഭിപ്രായം? അൻ അഫ്ളല ത്വാഅതി ലില്ലാഹിൽ ഉലാ. ഉന്നതനായ റബ്ബിന് ചെയ്യുന്ന ത്വാഅത്തുകളുടെ കൂട്ടത്തിൽ, ആരാധനകളുടെ കൂട്ടത്തിൽ, പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പോരിശയുള്ള, ഏറ്റവും ഉന്നതമായ, ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന കർമ്മം ഒന്നു മാത്രമാണ്. ഒന്ന്. അതേതാണ്? ഹിഫ്ളുൽ അൻഫാസിൻ യകൂനു ഖുറൂജുഹാ വദുഖൂലുഹാ ഫില്ലാഹി ബിൽ മലഇൽ ഖലാ. ഏറ്റവും വലിയ ഇബാദത്ത്, എല്ലാ ഇബാദത്തിന്റെയും ജീവനാണ് ഈ പറയുന്നത്. എല്ലാ ഇബാദത്തിന്റെയും കാതലാണ് ഈ പറയുന്നത്. എല്ലാ ഇബാദത്തിനും ഉണ്ടാകേണ്ട കാതൽ, എസൻസ് ഇതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉന്നതമായ അമല് എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഏതാണ്? ഹിഫ്ളുൽ അൻഫാസിൻ യകൂനു ഖുറൂജുഹാ വദുഖൂലുഹാ ബില്ലാഹി ഫിൽ മലഇൽ ഖലാ. ഒറ്റക്കാകുമ്പോഴും, ആൾക്കൂട്ടത്തിലാകുമ്പോഴും, കുടുംബത്തിലാകുമ്പോഴും, കടയിലാകുമ്പോഴും, തൊഴിലിലാകുമ്പോഴും, കമ്പനിയിലാകുമ്പോഴും, യാത്രയിലാകുമ്പോഴും, ഏതേത് സമയത്തും ശ്വാസം പിടിക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും ബില്ലാ, അല്ലാ എന്ന ഇസ്മു കൊണ്ടായിരിക്കുക, അല്ലാ എന്ന നാമത്തിലായിരിക്കുക. ഇത് ചൊല്ലലല്ല കേട്ടോ. ചൊല്ലൽ എങ്ങനെ നടക്കുക? ശ്വാസം വലിക്കുമ്പോൾ അല്ലാ, ശ്വാസം വെളിയിലേക്ക് വിടുമ്പോഴും അല്ലാ. ഇത് ചൊല്ലലല്ലോ. കാരണം ഏത് പ്രവർത്തനത്തിൽ വ്യാപൃതരാകുമ്പോഴും, ഏത് സംസാരത്തിലാകുമ്പോഴും ഈ പ്രക്രിയ നടത്താൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. ഹിഫ്ളുൽ അൻഫാസിൻ, ശ്വാസം സൂക്ഷിക്കണം. അത് അല്ലാഹു തന്നത് കൃത്യമായ കണക്കിലാണ്, എണ്ണത്തിലാണ്. അൽ അൻഫാസു മഅദൂദത്തുൻ, എണ്ണപ്പെട്ട ശ്വാസമാണ് നമുക്കുള്ളത്. ഈ ഓരോ ശ്വാസവും ബില്ലാഹി ഫിൽ മലഇൽ ഖലാ, അല്ലാ എന്ന ജലാലത്തിന്റെ ജാമിഉൽ ഔസാഫ്, സകല ഔസാഫ്, സകല വിശേഷണങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ജലാലത്തിന്റെ ഇസ്മ്, ആ നാമം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ഉണ്ടായിരിക്കട്ടെ. എങ്ങനെ? ബിശ്ശദ്ദി സുമ്മൽ മദ്ദി തഹ്തി സുമ്മ ഫൗഖ് സിഫത്തിൽ ലഹു മാ ബർസഖിൻ ഫസ്തക്മലാ. ഷദ്ദ് വേണം, മദ് വേണം. മദ്രസയിൽ പഠിച്ചതാണല്ലോ ഷദ്ദും മദ്ദും. ഖുർആൻ ഓതുമ്പണ്ടല്ലോ ഷദ്ദും മദ്ദും.
ഈ അല്ലാ എന്ന ഇസ്മില് ഷദ് വേണം, മദ് വേണം. അതിന്റെ ലാഹിർ അർത്ഥം എങ്ങനെ? അല്ലാഹ്, അല്ലാ. ആ ലാമിൽ ഷദ്ദുണ്ട്, പിന്നെ ഒരു നീട്ടലുമുണ്ട്. ഇതിന്റെ ലാഹിർ അർത്ഥമാണ്. മുഹഖ്ഖിഖുകൾ, ജ്ഞാനികൾ പഠിപ്പിച്ച അർത്ഥം അതല്ല. ശ്വസിക്കുമ്പോൾ അല്ലാ, മുകളിലേക്ക് വലിക്കുമ്പോൾ അല്ലാ, ശ്വാസം വെളിയിലേക്ക് വിടുമ്പോഴും അല്ലാ. അവിടെ എങ്ങനെ ഷദ്ദും മദ്ദും നടക്കുക? എങ്ങനെ അവിടെ ഷദ്ദും മദ്ദും? പ്രായോഗികമല്ല, നടക്കൂല. ബിശ്ശദ്ദി സുമ്മൽ മദ്ദി, ഷദ്ദ് വേണം മോനെ, പിന്നെ മദ്ദും വേണം. തഹ്തിൻ സുമ്മ ഫൗഖ്, നിന്റെ കീഴ്ഭാഗത്തേക്ക് പോകണം, നിന്റെ ഉപരിഭാഗത്തേക്കും വരണം. എന്ന് വെച്ചാൽ ബിശ്ശദ്ദി, കഠിനമായ ത്യാഗം വേണം, കുറച്ചൊക്കെ ശിദ്ദത്ത് വേണം. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം കടുത്തുപോയി. ഖുർആൻ പരിചയപ്പെടുത്തിയ വിധത്തിൽ ഹൃദയം കടുത്തവരുണ്ട് സമൂഹത്തിൽ. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വാ, പാറ പോലെ, പാറയേക്കാൾ ചിലരുടെ ഹൃദയം കടുത്തുപോയി എന്ന് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് ഈ പാറ പൊട്ടിക്കണമെങ്കിൽ നല്ല പവറുള്ള മെഷീൻ തന്നെ വേണ്ടി വരും. പാറയേക്കാൾ കടുത്തുപോയി, പാറയേക്കാൾ ഉറച്ചുപോയ ഹൃദയങ്ങളുടെ വക്താക്കൾ ഉണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് പാറ പോലെ ഉറച്ചിട്ടുണ്ടെങ്കിൽ ബിശ്ശദ്ദി, കുറച്ച് കാഠിന്യത്തോടുകൂടെ പണിയെടുക്കേണ്ടി വരും. സുമ്മൽ മദ്ദി, നീണ്ട സാഹസം അതിന്റെ തുടക്കത്തിൽ ആവശ്യമായി വരും. തഹ്തിൻ സുമ്മ ഫൗഖ്, അവന്റെ ശരീരമാസകലം ആ ശ്വാസത്തിലൂടെ അല്ലാ എന്ന ഇസ്മു നടത്തണം. വിശദീകരണത്തിൽ കാണാം, പൊക്കിളിന്റെ ഭാഗത്തുകൂടെ നടത്തിയിട്ട് അവന്റെ ദിമാഗിലേക്ക്, തലച്ചോറിലേക്ക് നടത്തണം. പ്രകൃതി മണ്ഡലത്തിലൂടെ ശ്വാസം പോകുന്ന ഭാഗത്തിലൂടെ ആ താഴേക്കും മുകളിലേക്കും ഈ ദിക്റിങ്ങനെ, ഈ അല്ലാ എന്ന ഇസ്മിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും അപ്പോ? ശരീരമാസകലം അല്ലാഹുവിനെ അറിയും, അല്ലേ? ചില മുഹഖ്ഖിഖുകൾ പറഞ്ഞു ബിസ്സദ്ദി, സീനിന് പുള്ളിയില്ലാത്ത സീന്, ബിസ്സദ്ദി, അടക്കണം എന്ന് വെച്ചാൽ ശ്വാസം പിടിച്ചിട്ട് അടക്കി പിടിക്കുക, കുറെ സമയം അടക്കി പിടിക്കുക. ശ്വാസം മുട്ടുമ്പോൾ, തിങ്ങുമ്പോൾ പയ്യെ വിടുക. അങ്ങനെ ബിസ്സദ്ദി. സുമ്മൽ മദ്ദി, ആ പിടിക്കലിന് ശേഷം പിന്നെ പയ്യെ നീട്ടി വിടുക, പുറത്തേക്ക് ആ ശ്വാസം തള്ളുക. ഇങ്ങനെ ആകുമ്പോ വിയർക്കും. ശ്വാസം കുറച്ചു നേരം പിടിച്ചു നോക്കുക, അല്ലാ എന്ന ചിന്തയില് വിയർക്കുമ്പോൾ നിന്റെ ഓരോ രോമകൂപങ്ങളും, ശരീരത്തിലെ ഓരോ ബിന്ദുവും അല്ലാ എന്ന ആ ഇസ്മ അറിയും, ആ ദിക്ർ അറിയും, അല്ലേ? ഔ ദിക്രി തഹ്ലീലിൻ വസിക്റുൽ ഖഫീ മിൻ ഗൈരി തഹ്രീകി ശിഫായി തദാവല. ഔ ദിക്രി തഹ്ലീലിൻ, അല്ലാ എന്ന നാമം മാത്രല്ല, തഹ്ലീലും ആകാം. ലാ ഇലാഹ ഇല്ലല്ലയും ഈ ശ്വാസത്തിൽ നടത്താം. ലാ ഇലാഹ ഇല്ലല്ലയും ഈ ശ്വാസത്തിൽ നിങ്ങൾക്ക് നടത്തി പരിചയിക്കാം. വസിക്റുൽ ഖഫീ, ഇതാണ് നിഗൂഢമായ ദിക്ർ, ഇതാണ് അതിരഹസ്യമായ ദിക്ർ, ഇതാണ് ആരാരും അറിയാത്ത ദിക്ർ. മിൻ ഗൈരി തഹ്രീകി ശിഫാ, നിന്റെ ചുണ്ട് ചലിക്കാതെ നിനക്ക് ദിക്റിലാകാം. മിൻ ഗൈരി തഹ്രീകി ശിഫാഹി, നിന്റെ ചുണ്ട് ചലിപ്പിക്കേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുകയാണെങ്കിൽ തന്നെ, അത്യുച്ചത്തിൽ ചൊല്ലണമെങ്കിൽ തന്നെ ചുണ്ടളക്കണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ ചുണ്ടിളകിയോ? ഇളകൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചുണ്ട് വെച്ചിടച്ച് ഒരല്പം തുറന്നു വെച്ചാൽ മതി, നാവിനെ പണിയുള്ളൂ. ഈ വിശുദ്ധ വചനത്തിൽ ചുണ്ടുമായി ബന്ധപ്പെട്ട ഒരക്ഷരവുമില്ല. ഇല്ലല്ലോ, ചൊല്ലി നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉച്ചത്തിൽ ചൊല്ലാൻ തന്നെ ചുണ്ട് ചലിപ്പിക്കേണ്ടതില്ല. അള്ളാന്റെ വഹദാനിയത്തിന്റെ വചനം അള്ള വെച്ച തന്നെ ആ രൂപത്തിലാണ്. ഇത് ചൊല്ലല്ല ഈ പറഞ്ഞത്, ഇത് അംഫാസിയായ ദിക്റാണ്. തദാവലാ ഫസ്തക്മലാ, ദിക്ർ അങ്ങനെ നീ പൂർത്തീകരിച്ചോ അതിന്റെ ആദാബുകളോടുകൂടെ. എന്താ ദിക്റിന്റെ ആദബ്? മഹാന്മാർ 5 അദബുകളാണ് പ്രത്യേകമായി എണ്ണി പറഞ്ഞത്. ദിക്റിന്റെ മര്യാദകൾ 5: മിനത്വഹാറത്തി വസ്തിഖ്ബാലിൽ ഖിബ്ലത്തി വതൻസീഹി സിർരി മിനദ്ദുനിയ വഅൻ യദ്കുറ ഹുബ്ബൻ ലില്ലാഹ്
വഅൻ യുഗ്മിള ഐനൈഹി. 5 മര്യാദകൾ. ഒന്ന്, മിനത്വഹാറത്തി, ശുദ്ധി, ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി, അത് വേണം, വൃത്തി വേണം. ദിക്റിന് ഇരിക്കുന്ന ദാക്കിറിന് വൃത്തി വേണം. വസ്തിഖ്ബാലിൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുക, അതൊരു ബാഹ്യമായ മര്യാദയാണ്. വതൻസീഹി സിർരി മിനദ്ദുനിയാ, ദിക്റിനിരിക്കുന്ന ദാക്കിർ ഭൗതികമായ ചിന്തയിൽ നിന്ന് മാറണം, വിരമിക്കണം. തൻസീഹി സിർരി, ഉള്ളു പരിശുദ്ധമാക്കണം, മിനദ്ദുനിയ, ഭൗതിക ചിന്തയിൽ നിന്ന്. നമ്മുടെ ദിക്റൊക്കെ ഇപ്പൊ എവിടെയുള്ളത്? ഉള്ളിൽ മുഴുവൻ ഭൗതികത, നാവിൽ ദിക്റും ശരിയാവൂല. വതൻസീഹി സിർരി മിനദ്ദുനിയാ, ഭൗതിക ചിന്തകളിൽ നിന്ന് മാറിക്കൊണ്ട്, പൂർണ്ണമായി വിരമിച്ച് മാറിക്കൊണ്ട് ആ ദിക്റിൽ 100% മനസ്സിനെ പിടിച്ചു നിർത്തണം. പിന്നെയോ വഅൻ യുഗ്മിള ഐനൈഹി, 2 കണ്ണുകളും അടച്ചു പിടിച്ചോ. 2 കണ്ണും അടക്കുക. നിസ്കാരത്തില് ഫിഖ്ഹ് കിതാബിൽ ഈ വിഷയത്തിൽ തർക്കമുണ്ട്. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ കണ്ണ് അടച്ചാൽ കൂടുതൽ ഭക്തി കിട്ടും. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാനാണ് ശറഅ് കൽപ്പിച്ചത്. എന്നാൽ ചില ആളുകൾക്ക് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയാൽ മുസല്ലയിലെ ചിത്രപ്പണികൾ, അല്ലെങ്കിൽ പായ, അല്ലെങ്കിൽ മുന്നിൽ വെച്ച മൊബൈൽ അങ്ങനെ വെല്ലടിക്കാൻ തുടങ്ങി. മുന്നിലേക്ക് നോക്കിയാൽ ശ്രദ്ധ തെറ്റി. എന്നാ കണ്ണടക്കാൻ പറ്റുമോ? ഫുഖഹാ പറഞ്ഞു, എന്നാലും നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്കാക്കലാണ് കണ്ണടക്കുന്നതിനേക്കാൾ ഉത്തമം എന്നാണ് ഫുഖഹാ ഈ വിഷയത്തിൽ പറഞ്ഞത്. പക്ഷെ ദിക്റിന് അങ്ങനെയല്ല. ദിക്ർ ചൊല്ലുമ്പോൾ, നമസ്കാരത്തിന്റെ പുറത്ത് ദിക്റിൽ വ്യാപൃതരാകുമ്പോൾ, വഅൻ യുഗ്മിള ഐനൈഹി, 2 കണ്ണും അടച്ചു പിടിക്കുക. എന്തിനാത്? കണ്ണ് തുറന്നാൽ കാണുന്നിടത്തേക്ക് മനസ്സ് പോകൂലേ? കണ്ണ് കണ്ടിടുന്ന കാഴ്ചയ്ക്കു പിന്നാലെ കുതി പൂണ്ടിട്ടതുമങ്ങു പായുമത്രേ. ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോ കണ്ണ് തുറന്നു വെച്ചാൽ കാണുന്നിടത്തേക്ക് അങ്ങോട്ട് ചിന്ത പായും, ഓടും, ഉറപ്പാണ്. അപ്പൊ കണ്ണടച്ചാലോ? ലിഅന്നഹു അസ്റഉ ഫീ തൻവീരിൽ ഖൽബി, ഹൃദയത്തിന് വെളിച്ചം കൂടാൻ അത് പെട്ടെന്ന് സാധിക്കാൻ സഹായകമാണ്. ലിഅന്നഹു അസ്റഉ ഫീ തൻവീരിൽ ഖൽബി, ഹൃദയത്തിന് പെട്ടെന്ന് ഈമാനിക തെളിച്ചം കിട്ടാൻ അത് സഹായകമാണ്. കണ്ണ് 2 അടച്ചുപൂട്ടുക. കണ്ണ് തുറന്നാൽ ചിന്ത മാറും, ഉറപ്പാണ് അല്ലേ? എന്നാ പിന്നെ ആ കാണുന്നതും ചിന്തിക്കുക, ദിക്റും ചിന്തിക്കുക, 2 ഒപ്പം ചിന്തിക്കുക. നടക്കുവോ? അത് നടക്കൂല എന്ന് ഖുർആൻ പറഞ്ഞു. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി, സൂറത്തുൽ അഹ്സാബ് 4-ാമത്തെ ആയത്തിൽ അതാ പറയുന്നത്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ആർക്കും അല്ലാഹു ഇരട്ട ഹൃദയം കൊടുത്തിട്ടില്ല, 2 മനസ്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മനസ്സിൽ ഒരു കാര്യം ഓർക്കുമ്പോ അതേ ഓർക്കാൻ പറ്റുള്ളൂ, വേറൊന്ന് കൂടി ഓർക്കാൻ പറ്റൂല. 2 ഖൽബില്ല, പെട്ടെന്ന് ചേഞ്ച് ആവും ചിന്ത. അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് ലണ്ടനിലേക്ക് വരാം, ലണ്ടനിൽ നിന്ന് പെട്ടെന്ന് സൗദി അറേബ്യക്ക് പോകാം, സൗദി അറേബ്യയിൽ നിന്ന് പെട്ടെന്ന് കേട്ട് പെരുമ്പാവൂർക്ക് പോരാ, പെരുമ്പാവൂരിൽ നിന്ന് പെട്ടെന്ന് വല്ലത്തേക്കും മുടിക്കലിലേക്കും സെക്കൻഡിൽ മാറാം. അത് നടക്കും. പക്ഷെ 2 ഒപ്പം നടക്കുമോ? നടക്കൂല. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി, ആർക്കും അല്ലാഹു 2 ഹൃദയം കൊടുത്തിട്ടില്ല. അപ്പൊ എന്താ? ഒരു ഹൃദയമുള്ളൂ, ഒരു മനസ്സേ ഉള്ളൂ. ആ മനസ്സിൽ ഒരു കാര്യം ഓർക്കുമ്പോ അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വഅൻ യുഗ്മിള ഐനൈഹി, 2 കണ്ണും അങ്ങനെ അടച്ചിട്ട് ഫസ്തക്മലാ, ദിക്ർ നീ അങ്ങ് പൂർത്തീകരിച്ചോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസികളെ, നാം ഒറ്റയ്ക്ക് നമ്മിലേക്ക് നോക്കണം. നാം നമ്മെക്കുറിച്ച് ചിന്തിക്കണം. ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ച് ഇടയ്ക്കിടെ ഒറ്റയ്ക്കിരുന്നോർക്കണം. നാം നമ്മിലേക്ക് തന്നെ, നമ്മുടെ അന്തരംഗത്തേക്ക് തന്നെ ദൃഷ്ടിയെ പായിക്കണം. നമ്മുടെ നോട്ടം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വേണം. ആ നോട്ടം ചെന്നെത്തുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവിലായിരിക്കും. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്നിലേക്ക് തന്നെ നോക്കിയിരുന്നില്ലേ? ഒരു ദിനമല്ലല്ലോ, നീണ്ട 40 ദിനരാത്രങ്ങൾ ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂലിന് എന്തായിരുന്നു പണി? എന്തായിരുന്നു? ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം വേറെ ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? കഅബയുടെ പരിസരം, കഅബന്റെ ഉള്ളൊക്കെ വിഗ്രഹങ്ങളാണെങ്കിലും ആ വഹദാനിയത്തിൽ അധിഷ്ഠിതമായ ഇബാദത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീടിന്റെ ചേർന്ന് തന്നെയുള്ളോ? റസൂൽ ജനിച്ച വീട് ഇന്ന് മക്തബയാണ്, ഗ്രന്ഥശാലയാണ്, ലൈബ്രറിയാണെന്ന്, അല്ലേ?
തൊട്ടടുത്താണ് കഅബ മന്ദിരത്തിന്റെ തൊട്ടടുത്ത് തന്നെ. നോക്കിയാ കാണും, വിളിച്ചാ കേൾക്കും. എന്തേ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ചെയ്താ പോരെ? ആ കഅബയുടെ തിരുമുറ്റത്തിരുന്നിട്ട് മുശ്രിക്കുകളാണെന്നുള്ളത്, ശിർക്കാണെന്നുള്ളത്, എന്നാലും വഹദാനിയത്തോടെ ആ വിശ്വാസത്തോടെ നബിക്ക് അവിടുന്ന് ഇബാദത്ത് ചെയ്താൽ മതിയിരുന്നല്ലോ. എന്തിനാ ഹിറാ ഗുഹയിലേക്ക് അങ്ങോട്ട് പോയത്? ജബലുൻ നൂർ മുകളിലേക്ക് പോകാൻ ഇന്ന് തന്നെ കയറാൻ വലിയ സാഹസമാണ്. അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് വെളിച്ചല്ല, കരണ്ടില്ല. അന്നാണ് പോയതേ. അവിടെ വേറെ ആരെങ്കിലും കൂട്ടിനുണ്ട്? ആരുമില്ല. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണം കൊണ്ട് വരും. നോ അഡ്മിഷൻ, പോയിക്കൊള്ളണം. ഭക്ഷണം വെക്കുക, പോവാ. ഒറ്റക്ക അവിടെ റസൂൽ. എന്താ ഇവിടുന്ന് ഒറ്റക്ക് പണി? സുജൂദ് ചെയ്യാൻ ഇവിടെ സ്ഥലം വേറല്ലേ? ദിക്ർ ചൊല്ലാൻ വേറെ സ്ഥലല്ലേ? എന്തായിരുന്നു ഹിറാ ഗുഹയിൽ പണി? അൽ അമീൻ, സത്യസന്ധനായ ആ യുവകോമളനെ ആ ഹിറാ ഗുഹയിലേക്ക് നയിച്ച പിന്നിലുള്ള വികാരം എന്തായിരുന്നു? പ്രചോദനം എന്തായിരുന്നു? ചിന്തിക്കേണ്ടേ? എന്തായിരുന്നു ഹിറാ ഗുഹയിൽ 40 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പണി? എന്തായിരുന്നു? തന്നിലേക്ക് നോക്കിയിരുന്നു. മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് കുസീദ്, മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് കുസീദ്, മുദ്ദത്തി ജുസ്ഖി ശിതൻ കസ്റാ നദീദ്. മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് കുസീദ്, മുദ്ദത്തി ജുസ്ഖി ശിതൻ കസ്റാ നദീദ്. 40 ദിവസം ഹിറാ ഗുഹയിൽ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തന്നിലേക്ക് തന്നെ നോക്കി. തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ ഒരു നീണ്ട കാലയളവ് മുന്നിൽ കണ്ടു. അള്ളാന്റെ ഹബീബ് ഉമ്മത്ത് മുഹമ്മദിന് പ്ലാൻ വരച്ചത് ആ ഹിറാ ഗുഹയിലെ ഏകാന്തതയിൽ ഇരുന്നിട്ടാണ്. ഉമ്മത്ത് മുഹമ്മദ് രൂപപ്പെട്ടത് ഹിറാ ഗുഹയിലെ ഏകാന്തതയിൽ നിന്നാണ്. ഈ ഉമ്മത്തിന് രൂപകൽപ്പന ചെയ്തു. അള്ളാനെ തിരിഞ്ഞിട്ട് അവിടുന്ന് ഒറ്റക്ക തിരിഞ്ഞതുപോലെ ജീവിക്കല്ല ചെയ്തത്. ഉമ്മത്ത് മുഹമ്മദിന് പ്ലാൻ വരച്ചു. ആ പ്ലാനിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തിട്ടാണ് ഹിറാ ഗുഹയിൽ നിന്ന് അള്ളാന്റെ റസൂല് ഇറങ്ങി വന്നത്. അല്ലേ? ഇതുപോലെ നമ്മളൊരു 40 ദിവസം നമ്മൾ പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ്. തൗറാത്ത് വാങ്ങാൻ മൂസാ നബി അലൈഹി സ്വലാം പോകുന്നതിന്റെ മുമ്പ് 40 ദിവസം റിയാള കഴിച്ചിട്ടാ പോയത്. ആരൊക്കെ അള്ളാഹുവിങ്കൽ വളർന്നോ അവരൊക്കെ ഈ പണി ചെയ്തു. ഇന്ന് ദീനീ പരിശ്രമത്തിന് പോകുന്ന ആളുകൾ 40 ദിവസം പോവാന്നൊക്കെ നിയ്യത്ത് വെക്കുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. തമാശ പറയുന്നല്ലത്. 40 ദിവസം നമ്മളും ഒരു റിയാള കഴിക്കുക, എന്നാ നമുക്കും കിട്ടും അതിന്റെ നേട്ടം. അത് മൊയ്‌ലിയരാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എവിടെയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ അഖ്ലസ ലില്ലാഹി 40 യൗമാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ അഖ്ലസ ലില്ലാഹി 40 യൗമാ. ഒരാൾ അല്ലാഹ് എന്ന ചിന്തയിൽ ധ്യാനത്തിലിരുന്നു. എത്ര ദിവസം? 40 യൗമാ, 40 ദിനം. എന്നാൽ എന്താണ് അതിന്റെ നേട്ടം? تخرج منه ينابيع الحكمة من قلبه على لسانه. ഹിക്മത്തിന്റെ നീരുറവ ആ മനുഷ്യന്റെ അന്തരംഗത്ത് നിന്ന്, ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് നാവിലൂടെ വെളിയിലേക്ക്